അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഒരു വടം വലിച്ച് കെട്ടാനായിട്ട് അത് കെട്ടരുത് എന്നുള്ളൊരു ബോധം പോലും ഇല്ലാത്തൊരു ഉദ്യോഗസ്ഥരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം എന്താ പറയുക, ഒരു ബോധമില്ലാത്ത ആൾക്കാരെയാണോ പോലീസ് എന്ന് ഉള്ളൊരു ഇതിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത്. എനിക്കതിന് റിപ്ലൈ കൊടുക്കാൻ പോലും എനിക്ക് തോന്നണില്ല. എങ്ങനെ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയാൻ പറ്റണില്ല. അപ്പോൾ ഇപ്പോൾ സാറാ പറഞ്ഞ ഒരു ഇത് എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിന് നഷ്ടമായതെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ബ്രദർ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്ന ഒരു മകൻ നഷ്ടപ്പെട്ടു പോയത്. നാളെ ഇനിയും ഇതേപോലെ തന്നെ അറിവില്ലാത്ത ഉദ്യോഗസ്ഥരിരുന്നിട്ട് എത്ര ജീവൻ ഇനി പോകാനുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ചിപ്പി, ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിലെ ചികിത്സാ ചെലവ് അതൊക്കെ വലിയ തുകയായിട്ടുണ്ടെന്ന് അറിയാം. എങ്ങനെയാണ് ആ പണമൊക്കെ കൊടുത്തത്? ഇല്ല, അത് കംപ്ലീറ്റ് കൊടുത്ത് തീർത്തിട്ടില്ല. ഞാനവിടെ ഒരു 5 days ടൈം പറഞ്ഞിട്ടാണ് ബോഡി വിട്ട് കിട്ടിയിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ 1 മാസം മുമ്പ് അമ്മ ഹോസ്പിറ്റലിലായിരുന്നു. അമ്മയ്ക്ക് ഹാർട്ടിന് കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് അമ്മ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അത്യാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് ഫണ്ട് പോയിരുന്നു. അപ്പോൾ എനിക്കത് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഫണ്ടൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഫണ്ട് എനിക്ക് അടച്ചു കൊടുക്കണം. ആശുപത്രിയിൽ എത്രയായി? അത് 1,17,000 രൂപയാണ് ഒരു ബില്ല് തന്നിരുന്നത്. ആ പണം മുഴുവൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? ഇല്ല, പറ്റിയിട്ടില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.